ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി ഓഫ് ലൈഫ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ പൈതൽ മെഡോസ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. റൂമിൽ ബാൽക്കണിയൊക്കെ ഉണ്ട്. നമ്മൾ 2 ഡോർമെട്രിയാണ് എടുത്തത്. നമ്മൾ 10 പേരുണ്ടായിരുന്നു. ഒരു ഡോർമെട്രിയിൽ 8 പേർക്കുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ 5 പേര് വെച്ചിട്ട് 2 ഡോർമെട്രിയിലാണ് സ്റ്റേ ചെയ്തത്. ഇതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച സ്ഥലം. നമ്മളവിടെ ചെക്കിൻ ചെയ്യുന്ന ടൈം ആവുന്നതിന് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലഞ്ച് വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മളൊന്ന് റിസോർട്ട് കാണാൻ ഇറങ്ങിയതായിരുന്നു. ഇതാണ് റിസോർട്ടിൽ നിന്നുള്ള വ്യൂ. അവിടെ നമ്മുടെ ഡോർമെട്രി കൂടാതെ വേറെയും കുറേ റൂംസ്, പിന്നെ ഇതേപോലത്തെ ട്രീ ഹൗസസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലൊക്കെ കയറിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സീസൺ അല്ലാത്തതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസിയിൽ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിസോർട്ടിൻ്റെ പുറത്തൊക്കെ നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നടക്കാനിറങ്ങി. അവിടുന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ നല്ല സ്പോട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുമ്പോഴേക്കും ഈവനിങ് ആയി. പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ടൈം പൂളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് ഇൻഫിനിറ്റി പൂളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങി ഫ്രഷായി തണുപ്പത്ത് നിൽക്കുമ്പോഴാണ് നല്ല ചൂട് ചായ കിട്ടിയത്. പിന്നെ സ്നാക്സൊക്കെ നമ്മൾ പോകുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ പൈതൽ മലയ്ക്കേക്ക് പോയി. 9 മണിക്കായിരുന്നു അവിടെ ഓപ്പണിംഗ് ടൈം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നിട്ട് അങ്ങനെയാണ് നമ്മൾ പോയത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് മാത്രമേ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊന്നും അകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടെ കളഞ്ഞിട്ട് വരരുത്. അങ്ങനെ ചെയ്താൽ ഫൈൻ ഉണ്ടാവും. അപ്പോൾ അവർ നോട്ട് ചെയ്ത് വെക്കും നമ്മൾ എടുക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അപ്പോൾ അത് കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാട് കയറി. കാട്ടിൻ്റെ അകത്ത് ചീവീടുകളുടെ ശബ്ദമായിരുന്നു ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചിരുന്നിട്ടൊക്കെ റെസ്റ്റ് എടുത്തിട്ടും അങ്ങനെയൊക്കെ മെല്ലെ നടന്ന് കാട് കയറി. ഇടയ്ക്കൊക്കെ കുറേ നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഷെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും മല കയറി എത്താനായിട്ട്. അവിടെ എത്തിയപ്പോഴേക്കും അടിപൊളി എക്സ്പീരിയൻസും വ്യൂവും ഒക്കെ ആയിരുന്നു. നമ്മൾ പോയത് 3 കിലോമീറ്റർ നടന്നാലെത്തുന്ന വ്യൂ പോയിൻറ്റിലേക്കാണ്. അത് കഴിഞ്ഞും പോയാൽ വേറെയും വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ പോയപ്പോൾ ഗൈഡൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ. പിന്നെ ഇവിടെ അട്ടയൊക്കെ ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ പോയപ്പോൾ ആർക്കും അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്യുന്ന ടൈമാണ് അതൊക്കെ ഉണ്ടാവാന്ന്. അങ്ങനെ നമ്മൾ മലയൊക്കെ കയറി. ആ ഒരു സ്പോട്ടിൻ്റെ മുകളിലും കൂടി കയറിയാലാണ് നല്ലൊരു വ്യൂ കിട്ടുക. ചുറ്റും മലകളായിട്ട് കോടയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിന് പൈതൽ ടവർ എന്നാണ് കേട്ടോ പറയുക. ഇവിടുന്ന് ഒരു 500 മീറ്ററൊക്കെ താഴോട്ട് പോയാൽ അവിടെ വേറെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഒത്തിരി പേര് ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തു നിന്നൊക്കെ. അതും വയസ്സായ ഒരുപാട് ആൾക്കാരൊക്കെ മലയൊക്കെ കയറി ഇറങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി കണ്ണൂരിൽ നിന്ന് രാവിലെ 9:02 KSRTCക്കാണ് കുടിയാമലയ്ക്കേക്ക് വന്നത്. അവിടെ നിന്ന് നമുക്ക് റിസോർട്ടിൽ നിന്ന് ജീപ്പ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുടിയാമലയ്ക്ക് തന്നെ നമുക്ക് ഒരു ജീപ്പ് റിസോർട്ടിലേക്ക് കിട്ടി. അങ്ങനെ അതിലാണ് നമ്മൾ 10 പേരും റിസോർട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് മോർണിംഗ് നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ പോയിൻ്റ്.
പൈതൽ ടവറിൽ നിന്ന് ഒരു 500 മീറ്റർ താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ വ്യൂ പോയിൻ്റ് എത്താം. ഇവിടെ നിന്നും അടിപൊളി വ്യൂ ആയിരുന്നു. കുറേ മലകളൊക്കെ ആയിട്ട് ഈ കുന്നിറങ്ങിപ്പോയാലാണ് ആ വ്യൂ പോയിൻ്റ് എത്തുക. മലയൊക്കെ കയറി ഇറങ്ങുമ്പോഴേക്കും കാലൊക്കെ കുഴയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മണിക്കൂർ എടുത്തു മല കയറി ഇറങ്ങാനായിട്ട്. കാട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴേക്കാണെങ്കിൽ ഫോണിൽ റേഞ്ചും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനായിട്ട് ജീപ്പ് വിളിക്കാനും പറ്റിയില്ല. പിന്നെ നമ്മൾ മല ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ വൈഫൈ അങ്ങനെ മലയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീപ്പൊക്കെ വിളിച്ചത് തിരിച്ചു പോകാനായിട്ട്. നമ്മൾ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും മല ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോയി. അവിടെ നമുക്ക് പിന്നെ ബാത്റൂമൊക്കെ യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ടൈം ബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരുവാണ് ചെയ്തത് കൊടിയാമലയ്ക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു സ്നാക്സൊക്കെ വാങ്ങുമ്പോഴേക്കും ബസ് വന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ചെയ്തത്. പിന്നെ ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ നൈറ്റുള്ള വ്യൂ വരാം. രാത്രി ആകുമ്പോഴേക്കും ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമുക്ക് എല്ലാവർക്കും പുറത്തൊക്കെ ഇരുന്ന് ഗെയിമൊക്കെ കളിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും. അതാണ് കേട്ടോ നമ്മുടെ ഡോർമെട്രി വരാം. അവിടെ 2 റൂമാണ്. പിന്നെ ഇവിടെ ഊഞ്ഞാലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനിയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.